Hello everyone, welcome back to my channel Dazzling Lotus. അപ്പോൾ again ഞാനൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ സൂപ്പർ ക്യൂട്ടായിരിക്കും. ഒരു സമ്മർ DIY ഹെയർ ബാൻഡ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ കളർഫുൾ സ്മോൾ റബ്ബർ ബാൻഡ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ without any further ado, let's get into the video. ഈ പ്രോജക്റ്റിന് നമുക്ക് ആവശ്യമുള്ള സാധനം ഈ സാധനമാണ്, ഈ സ്മോൾ റബ്ബർ ബാൻഡ്സ്. സ്മോളോ മീഡിയോ നിങ്ങൾക്ക് എടുക്കാം. നെക്സ്റ്റ് ആവശ്യമുള്ളത് ഒരു ഹെയർ ബാൻഡാണ്. അത് പ്ലെയിൻ ആയിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ബ്ലാക്ക് ആണ് എടുത്തത്. എനി കളർ ഇസ് ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കളർ തീമാണ് വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ആ കളർ തീമിനനുസരിച്ച് നമ്മൾ നമ്മുടെ റബ്ബർ ബാൻഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക ആൻഡ് സീ എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ടോ എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു റെയിൻബോ കളർ തീമാണ് ചൂസ് ചെയ്തത്. അപ്പോൾ റെയിൻബോയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കി. എനിക്കപ്പോൾ അത് ഓക്കേന്ന് തോന്നി. അപ്പോൾ ഞാൻ കരുതി ഇതേ കളർ തീം തന്നെ നമുക്ക് ഫോളോ ചെയ്യാമെന്ന്. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ഇതിനെ നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്യണം. അത് ഒരു ലൂപ്പിംഗ് ടെക്നിക്കിലൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുക. ഇത് ഓരോന്നായി എടുത്ത് ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലൂപ്പ് ചെയ്ത് പിടിപ്പിക്കുക. ഞാനൊരു ഓൾട്ടർനേറ്റീവ് പാറ്റേൺ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഒരെണ്ണം ഒരു സൈഡിലോട്ടും അതുപോലെ നെക്സ്റ്റ് കളർ അതിൻ്റെ അടുത്ത സൈഡിലോട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കരുതി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബോത്ത് സൈഡിൽ നമുക്കിതിനെ ഒരു ക്രോഷ്യ പാറ്റേണിൽ തുന്നിയെടുക്കുക എന്നുള്ളതാണ് പ്ലാന്. ലെറ്റ്സ് സീ ഇതെങ്ങനെ ടേൺ ഔട്ട് ആവും എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു ലൂപ്പിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഹെയർ ബാൻഡിൽ ഞാൻ ഓൾട്ടർനേറ്റീവ് പാറ്റേണിൽ ലൂപ്പിംഗ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു ക്രോഷ്യ നീഡിൽ എടുത്തുകൊണ്ട് നമ്മുടെ ക്രോഷ്യ ചെയിനിങ് ടെക്നിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന റബ്ബർ ബാൻഡിനെ വലിച്ചെടുക്കുക. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം അതുപോലെ തന്നെ ഇങ്ങനെ വലിച്ച് എടുക്കുക. ഒരു ബ്രെയ്ഡ് പാറ്റേണിലേക്ക് അതിനെ കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് ഒരറ്റത്തു നിന്ന് അടുത്ത അറ്റം വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക. അതായത് എത്ര റബ്ബർ ബാൻഡ് ലൂപ്സ് ഉണ്ടോ അത്ര റബ്ബർ ബാൻഡ് ലൂപ്സിലൂടെ ഈ ക്രോഷ്യ നീഡിൽ നമ്മൾ മെടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എൻഡിൽ ലാസ്റ്റ് റബ്ബർ ബാൻഡിന് ഹെയർ ബാൻഡിൻ്റെ എൻഡിലോട്ട് ടക്കിൻ ചെയ്യുക. ഇതേ പാറ്റേൺ തന്നെ അപ്പുറത്ത് നമ്മൾ ഫോളോ ചെയ്യണം.
നമ്മൾ അപ്പുറത്ത് ചെയ്ത അതേപോലെ തന്നെ ഹെയർ ബാൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡും നമ്മൾ ബ്രൈഡിങ് ചെയ്യുക ക്രോഷ്യ നീഡിൽ വെച്ചുകൊണ്ട്. കാരണം നമ്മളൊരു ഓൾട്ടർനേറ്റീവ് പാറ്റേൺ ആണല്ലോ നമ്മൾ യൂസ് ചെയ്തത്. ഇത് നമുക്ക് വൺ സൈഡും നമുക്ക് ചെയ്യാം. ലൈക്ക് ഒരു സൈഡിലോട്ട് മാത്രം റബ്ബർ ബാൻഡ്സിനെ ലൂപ്പ് ചെയ്തതിന് ശേഷം ക്രോഷ്യ ഓൺലി വൺ സൈഡ്, എന്നിട്ട് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. എനിക്ക് ഇതാണ് കുറച്ചും കൂടിയും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഫോളോ ചെയ്തത്. അപ്പം അങ്ങനെ ഫുൾ ഹെയർ ബാൻഡ് ഇതുപോലെ ബോത്ത് ദ സൈഡ്സ് നമ്മൾ ബ്രൈഡ് ചെയ്തെടുക്കുകയാണ് ക്രോഷ്യ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട്. ഇത് അപ്പം നമ്മൾ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡിലും ലാസ്റ്റ് റബ്ബർ ബാൻഡിനെ ഹെയർ ബാൻഡിലോട്ട് ടക്കിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സെക്യൂർ ആക്കിയിട്ടില്ല, ജസ്റ്റ് ടക്കിൻ ആക്കിയിട്ടുള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫിനിഷ് ചെയ്യാം. ബട്ട് എനിക്കിത് ഒന്നും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബീഡ്സോ അല്ലെങ്കിൽ ലേസോ എന്തെങ്കിലും വെക്കാമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പം ഞാൻ ലെറ്റ്സ് സീ, നമുക്ക് വെച്ച് നോക്കിയതിന് ശേഷം ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കരുതി എൻ്റെ ബീഡ്സിൻ്റെ കളക്ഷനിലൊന്ന് പോയി നോക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പിന്നെ ബിഫോർ യു ഫോർവേഡ് വിത്ത് ദാറ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ ലൂപ്സൊക്കെ ഒന്ന് ഫ്ലഫ് അപ്പ് ആക്കാം, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. കാരണം നമ്മൾ ബ്രെയ്ഡ് ചെയ്തെടുത്താലും അത് ആ പ്രോപ്പർ ഒരു വേലായിരിക്കില്ല. അപ്പം ഇങ്ങനത്തെ ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്യാം. എനിക്ക് കുട്ടികൾക്കാണെങ്കിൽ അത് ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് എനിക്കായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു സട്ടിലായ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ എനിക്ക് ലേസ് എൻ്റെ ഇതിൽ നിന്ന് കിട്ടി. അതുപോലെ പേൾ ഞാൻ പലതും വെച്ച് നോക്കി, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അവസാനം ഇഷ്ടപ്പെട്ടത് പേൾസ് ആയിരുന്നു. അപ്പം ഞാൻ പേൾസ് കൺഫേം ആക്കി. അതായത് മറ്റേ വൈറ്റ് ലേസും അതുപോലെ പേൾസും അത് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അത് കൺഫേം ആക്കി. ബട്ട് അതിനു മുമ്പ് ഞാൻ പലതും ഷെല്ല് വെച്ച് നോക്കി, അതുപോലെ ആ ബീഡ് ബോക്സിലുള്ള പലതും ഞാൻ വെച്ച് നോക്കി. എനിക്ക് അതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ലാസ്റ്റ്ലി പറഞ്ഞ പോലെ ലേസും പേൾ ബീഡും വെക്കാന്നുള്ള ഒരു ലാസ്റ്റ് തീരുമാനത്തിലെത്തി. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ഈ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിക്കുക, പശ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഈ വൈറ്റ് ഫ്ലവർ ലേസ് നമുക്ക് ഓരോരോ ഫ്ലവേഴ്സും അതിൽ നിന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണമായിരുന്നു. കാരണം അത് സെപ്പറേറ്റ് ഫ്ലവേഴ്സ് അല്ല, ഒരു ലേസ് ആയതുകൊണ്ട് ഞാനത് ഓരോന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചത്. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. നല്ലൊരു പ്രോപ്പർ സമ്മർ ഹെയർ ബാൻഡ് ആയിട്ട് ടേൺ ഔട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനി ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ ആ ലാസ്റ്റ് എൻഡും ഞാനൊന്ന് പശ വെച്ചിട്ട് ക്വിക്ക്ലി സെക്യൂർ ചെയ്ത്, കാരണം ഇനിയിപ്പോൾ ജസ്റ്റ് ഇൻ കേസ് അത് സ്ലിപ്പ് അവേ ആയതെല്ലാം കൂടി തുറന്നു വരും. അപ്പം അത് കാരണം ഞാനത് മറക്കാതെ തന്നെ സെക്യൂർ ചെയ്ത്, നിങ്ങളും അത് സെക്യൂർ ചെയ്യാൻ മറക്കരുത് ഇൻ കേസ് ഇഫ് യു ആർ റീക്രിയേറ്റിംഗ് ദിസ്.
ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ഫ്രം ഷംസിയ.